കെ.എസ്.ഇ.ബി. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെ തുടർന്ന് ഇരുട്ടിലായ വൈക്കം നഗരത്തെ നഗരസഭാ ആക്ടിംഗ് ചെയർമാൻ പി.ടി. സുഭാഷിൻ്റെ മിന്നൽ നീക്കം വീണ്ടും വെളിച്ചത്തിലേക്ക് തിരിച്ചെത്തിച്ചത് ആശ്വാസത്തിന് വകയായി. നഗരസഭാ ആക്ടിംഗ് ചെയർമാനായി ചുമതലയേറ്റയുടൻ പി.ടി. സുഭാഷ് ആദ്യം സ്വീകരിച്ച നടപടി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുവാനാണെന്നതും വൻ കയ്യടി നേടിയിരിക്കുകയാണ്. തെരുവു വിളക്കുകളുടെ വൈദ്യുതി ചാർജ് അടക്കം 10 ലക്ഷം രൂപ ബിൽ കുടിശ്ശികയായതിനെ തുടർന്നാണ് കെ.എസ്.ഇ.ബി. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത്. ചുമതലയേറ്റയുടൻ പി.ടി. സുഭാഷ് വിവിധ കക്ഷി നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചു ചേർത്ത് വിഷയം ചർച്ച ചെയ്തു. തുടർന്ന് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗവും ചേർന്നെടുത്ത തീരുമാനത്തെ തുടർന്നാണ് കെ.എസ്.ഇ.ബി. അധികൃതരുമായി ധാരണയിലെത്തിയത്. തുടർന്ന് 4 ലക്ഷത്തിലേറെ രൂപ ആദ്യഘട്ടമായി കെ.എസ്.ഇ.ബിയിൽ അടച്ചാണ് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചതെന്ന് നഗരസഭാ ആക്ടിംഗ് ചെയർമാൻ പി.ടി. സുഭാഷ് വ്യക്തമാക്കി. വൈക്കം നഗരസഭയുടെ തെരുവുവിളക്കുകൾ കറണ്ട് ചാർജ് ഇനത്തിലായി കുടിശ്ശിക ഉണ്ടതിൻ്റെ പശ്ചാത്തലത്തിൽ കെ.എസ്.ഇ.ബി. ഇന്നലെ തെരുവുവിളക്കുകളെല്ലാം കട്ട് ചെയ്യുകയുണ്ടായി. ആ കട്ട് ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അടിയന്തരമായി അവൈലബിളായ മുനിസിപ്പൽ കൗൺസിലർമാരെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയും അടിയന്തരമായി ഉദ്യോഗസ്ഥന്മാരെയും കൂടി യോഗം വിളിച്ചുകൂട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ തന്നെ വൈക്കം മുനിസിപ്പാലിറ്റി 5 ലക്ഷം രൂപയ്ക്ക് താഴെ, അതായത് 4,99,000 രൂപ ഇന്നലെ അടയ്ക്കുകയും ബാക്കി വരുന്ന 4,99,000 രൂപ വീണ്ടും 2 ദിവസത്തിനുള്ളിൽ അടയ്ക്കുകയും ചെയ്തു. അതിനുശേഷം ഈ മാസം 31-ാം തീയതി 10 ലക്ഷം രൂപ കൊടുക്കാമെന്നുള്ള വ്യവസ്ഥയിന്മേൽ കെ.എസ്.ഇ.ബിയുടെ ഡെപ്യൂട്ടി സിയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി നടത്തിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കറണ്ട് ഇന്നലെ വൈക്കം മുനിസിപ്പാലിറ്റിയിൽ തെരുവുവിളക്കുകൾ കട്ട് ചെയ്ത ഇത് എല്ലാം പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ടായി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ എസ്. ഹരിദാസൻ നായർ, എൻ. അയ്യപ്പൻ, ബിന്ദു ഷാജി, ലേഖ ശ്രീകുമാർ, നഗരസഭാ അംഗങ്ങളായ എബ്രഹാം പഴയകടവൻ, അശോകൻ വെള്ളവേലി, എ.സി. മണിയമ്മ, കവിത രാജേഷ്, എം. കെ. മഹേഷ്, നഗരസഭാ സെക്രട്ടറി സൗമ്യ ഗോപാലകൃഷ്ണൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പ്രവീൺ ഭാസ്കർ, സിറ്റി വോയ്സ്, വൈക്കം.